എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയെ കാണാ പോകടാ പൊന്നുമോരെ. എവിടെയല്ലാ പോയടാ ചെറുപ്പക്കാരാ? എത്രയോ പൈസ മുടക്കിയിട്ട് എവിടെയെല്ലാം നീ പോയിട്ടുണ്ടടാ ചെറുപ്പക്കാരാ. പക്ഷേ ഇന്ന് വരെ നീ പോയിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണാൻ, നബിയുടെ റൗള കാണാൻ ഇന്ന് വരെ നീ പോയിട്ടുണ്ടോടാ മോനെ? എന്തേ ചെറുപ്പക്കാരാ പോകാത്തത്? പ്രായം കുറെ ആയില്ലേ വാപ്പാ? ആർക്കായി സമ്പത്തൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാരോ? എന്തേ നീ മദീനത്ത് മുത്തുനബിയുടെ റൗള കാണാൻ പോകാത്തത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുത്തുനബിയുടെ റൗള കണ്ടാ കിട്ടുന്ന പ്രതിഫലമെന്താ? മൻസാറ കബിരി വജബത് ലഹു ശഫാഅതി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ ഖബറാരെങ്കിലും സിയാറത്ത് ചെയ്താൽ പോകണം പൊന്നുമോനെ, ഈ ഭൂമിയിലെ സ്വർഗം കാണാ പോകണം പൊന്നുമോനെ. മുത്തുനബിയോടുള്ള സ്നേഹം കാണണമെങ്കിൽ അല്ലാഹുവേ, ബാബു ജിബ്രീലിലൂടെ പടച്ചവരെ കേറുമ്പോഴേ കണ്ണ് നിറയും മോനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബിയുടെ ആ മസ്ജിദ് നബവിയുടെ പച്ച കുപ്പ കാണുമ്പോഴേ നിന്റെ കണ്ണ് നിറയുകയാ. അല്ലാഹ് ആ വാതിലിലൂടെ കേറി ഇങ്ങനെ വരി വരിയായി പടച്ചവരെ മുത്തുനബിയുടെ മിഹ്റാബുണ്ടല്ലോ, അതിന്റെ സൈഡിലൂടെ നടന്ന് നടന്ന് അവസാനമല്ലാ ആ റൗളാ ശരീഫിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ആ സലാത്ത് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ ചെന്ന് റബ്ബേ, ഓരോ മനുഷ്യരും ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. പലരുടെയും കണ്ണുകളെ നിറയുകയാണ്. പലരും അവിടെ നിന്ന് അല്ലാഹുവേ കരയുന്ന കാഴ്ച കാണാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ആരുടെയെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെയല്ല മുത്തുനബിയുടെ റൗള കണ്ട. മൻസാറ കബരി വജബത് ലഹു ശഫാഅതി. എന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവനുണ്ടല്ലോ, അവനെ ഞാൻ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്തേ നിനക്ക് പോകാ സമയമായില്ലേ? മുത്തുനബിയുടെ റൗള കാണാ നിനക്ക് എന്തേ തടസ്സം ചെറുപ്പക്കാരാ? എന്തേ വാപ്പാ നിനക്ക് തടസ്സമുള്ളത്? പെങ്ങളെ നിനക്കെന്ത് തടസ്സമാണ്? ശരീരത്ത് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഇതിന്റെ പകുതി വിറ്റാ പോരെ? ഇതിന്റെ ഒരു 1/4% വിറ്റാ നിനക്കിന്ന് ഉംറയ്ക്ക് പോകാമല്ലോ. എന്തേ പെങ്ങളെ മടിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ റൗളയെ സ്നേഹിക്കടാ. അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗമിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിലെ 2 സ്വർഗമുണ്ട്, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ഒരു സ്വർഗത്തിലാ നമ്മൾ ഇരിക്കുന്നത്, ഒരു സ്വർഗത്തിലാ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഇനി രണ്ടാമതൊരു സ്വർഗമുണ്ട്. അത് എവിടെയെന്നറിയുവോ? മാമദാ മാബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. രണ്ടാമത്തെ സ്വർഗം മദീനയിലാടാ. രണ്ടാമത്തെ സ്വർഗം മദീനയിലാട് വാപ്പാ. മുത്തുനബിയുടെ റൗളയുടെ ചാരയാ. വെള്ള ടൈല് കൊണ്ടതാ പടുതി വെച്ചിരിക്കുന്നു. ആ റൗളയുടെ ചാരത്തുള്ള സ്വർഗത്തിൽ പോയിരുന്നിട്ട് നിനക്കൊന്ന് ദുആ ചെയ്യണമെന്ന് മോഹമില്ലേ? അവിടെ ചെന്നിരുന്നൊന്ന് തൗബ ചെയ്യാൻ എന്തൊരു തിരക്കെന്നറിയോ?
ആ സ്ഥലത്തൊന്ന് കേറിയിരുന്ന് നിസ്കരിക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് കാണാ. പ്രായമുള്ള ഉപ്പമാര് പോലും പടച്ചവനെ അവിടെയൊന്ന് കേറി നിൽക്കാൻ. പണ്ടൊക്കെ അവിടെ കേറാൻ എന്ത് തിരക്കെന്നറിയോ? അല്ലാഹുവേ കരഞ്ഞു ദുആ ചെയ്താൽ ദിവസങ്ങളോളം അവിടെ നിന്നാലും ഒരവസരം കിട്ടൂല. പക്ഷേ ഇന്നങ്ങനെയല്ല. പടച്ചവനെ ശബയോടെ കാത്തു നിന്നാ അതിനകത്ത് പോയി നിസ്കരിക്കാ, ദുആ ചെയ്യാ, എല്ലാ സൗകര്യവും ഇന്ന് ഒരുക്കി തരുമ്പോ അതിന് പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ മദീനയെ പോലെ സ്നേഹിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? മനിസ്തതായമൂതു ഫിൽ മദീന. എന്റെ നാടിനെ സ്നേഹിച്ച, എന്റെ നാടിനെ സ്നേഹിച്ച, എന്റെ മദീനയെ സ്നേഹിച്ച, ആ മദീനയിൽ വന്നാരെങ്കിലും മരണപ്പെട്ടാൽ അവളെ നാളെ എന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനയെ സ്നേഹിച്ചു ആ മദീനയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാ അവൻ നാളെ സ്വർഗത്തിൽ ആരുടെ കൂടെ എന്നറിയോ? റസൂലുള്ളാഹിന്റെ കൂടെയാ, മുത്തുനബിയുടെ കൂടെയാ. അല്ലാഹുവേ ഞങ്ങൾക്കതിലുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ.